ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. വിചിത്ര ഉത്തരവുമായി വനം വകുപ്പ്. യോഗ്യതയില്ലാത്ത 1404 പേരുടെ സ്ഥാനക്കയറ്റം ക്രമപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കി. വകുപ്പ് തല പരീക്ഷ വിജയിക്കാത്തവർക്കാണ് സ്ഥാനക്കയറ്റം നൽകിയത്. ഫോറസ്റ്റ് ലോ, ഫോറസ്റ്റ് കോഡ്, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്നീ പരീക്ഷകൾ പാസ്സാകാത്തവർക്കാണ് ഈ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, എന്താണ് ഈ ഉത്തരവിൽ? ധന്യ, വളരെ വിചിത്രമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ വനം വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ പലപ്പോഴായി യോഗ്യതയില്ലാത്ത 1404 പേർക്ക് വനം വകുപ്പ് സ്ഥാനക്കയറ്റം നൽകിയിരുന്നു. ഇത് ശരിവെക്കുകയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിലൂടെ ചെയ്തിരിക്കുന്നത്. അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് വകുപ്പ് തല പരീക്ഷ വിജയിച്ചാൽ മാത്രമാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായി സ്ഥാനക്കയറ്റം നൽകുക. ഇതിൽ ഫോറസ്റ്റ് ലോ, ഫോറസ്റ്റ് കോഡ്, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്നീ പരീക്ഷകൾ പാസ്സാകണം. എന്നാൽ മാത്രമേ സ്ഥാനക്കയറ്റം നൽകാൻ കഴിയൂ നിയമപ്രകാരം. ഇതിന് വിരുദ്ധമായി ഈ പരീക്ഷ എഴുതാത്ത ആളുകൾക്കും പരീക്ഷ പരാജയപ്പെട്ട ആളുകൾക്കും സ്ഥാനക്കയറ്റം നൽകിയിരുന്നു. ഇതിനെതിരെ ഒരു വിഭാഗം ജീവനക്കാർ കോടതിയിൽ പോവുകയും ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ സ്ഥാനക്കയറ്റം ക്രമവിരുദ്ധമായി നൽകിയത് കൊണ്ട് തന്നെ ഇത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇതിനെതിരെ വനം വകുപ്പ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും ഇതേ നിലപാടെടുത്തു. കഴിഞ്ഞ മാസം 29-ാം തീയതിക്കകം ഇത് സ്ഥാനക്കയറ്റം നൽകിയത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വനം വകുപ്പ് മേധാവിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. അതിന്റെ സമയം കഴിഞ്ഞതോടുകൂടി കോടതി അലക്ഷ്യ കേസ് ഒരു വിഭാഗം ജീവനക്കാർ ഈ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇത് മുഴുവനായി ക്രമപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ തന്നെ പറയുന്നത് ഈ ഡബിൾ പ്രൊമോഷൻ ലഭിച്ച ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഈ പരീക്ഷ വിജയിക്കാതെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആകുന്നു. അവിടെ നിന്ന് വീണ്ടും പ്രൊമോഷൻ നേടിക്കൊണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായി ഇരിക്കുന്ന ആളുകൾ പോലും ഉണ്ടെന്ന് ആ ഉത്തരവിൽ തന്നെ പറയുന്നു. ഇത്രയും കാലം ഈ അയോഗ്യരായ ആളുകൾ ഈ സർക്കാരിന്റെ കോടികൾ ശമ്പളം വാങ്ങി ഇത്രയധികം ജീവനക്കാരുണ്ട്. യോഗ്യരായ ആളുകൾക്ക് അവർക്ക് അർഹമായ പ്രൊമോഷൻ ലഭിക്കുന്നില്ല എന്നൊരു പരാതി കൂടി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ വലിയൊരു നിയമ പോരാട്ടങ്ങൾക്ക് കൂടി സാക്ഷിയാകാൻ ഈ ഉത്തരവ് കാരണമാകുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ 15 വർഷത്തിനിടെ ക്രമവിരുദ്ധമായി നടത്തിയ സ്ഥാനക്കയറ്റങ്ങളാണ് 1404 പേർക്ക് ഇപ്പോൾ ഈ ശരിവെച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്.